എല്ലാവർക്കും നമസ്കാരം. പൂരാടം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന പൂരാടം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ബുധൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മ തിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് പൂരാടം. അതുകൊണ്ട് പൂരാടം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് ബുധൻ നക്ഷത്രാധിപനായ ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകളിൽ ജനിച്ചവരും ബുധൻ രാശിയധിപനായ മിഥുനം, കന്നി എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവരുമാണ്. അതായത് ബുധന് വിദ്യ, ബുദ്ധിശക്തി, വ്യാപാരം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി പല കാരകങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നാളുകാരും മിഥുനം, കന്നി രാശിയിലോ ലഗ്നത്തിലോ ജനിച്ചവരും പൂരാടം നാളുകാർക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ബുധൻ്റെ നാളുകളിലും രാശികളിലും ജനിച്ചവർ നിങ്ങൾക്ക് അനുകൂലമായാണോ അല്ലെങ്കിൽ പ്രതികൂലമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ജാതകത്തിൽ ബുധൻ മോശം സ്ഥിതിയിൽ നിൽക്കുന്ന പൂരാടം നാളുകാർക്ക് പഠനകാര്യങ്ങളിൽ തടസ്സവും ഓർമ്മക്കുറവും ഉറക്കക്കുറവും ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന പൂരാടം നാളുകാർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂരാടം നാൾ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.